പെണ്ണുങ്ങൾക്ക് ജോലി മസ്റ്റാണ്. അവരവരുടെ വ്യക്തിത്വം വികസിപ്പിക്കണമെങ്കിൽ മസ്റ്റായിട്ടും ജോലി വേണം. സഹോദരങ്ങൾ ഞങ്ങൾ ആകെ 8 പേര്. അപ്പോൾ ചോറിൻ്റെ കൂട്ടാനെന്ന് പറയുന്നത് വിശപ്പാണ്. ഞാനെന്ന് പഠിക്കുമ്പോൾ 48 പിള്ളേരുള്ള ക്ലാസ്സിൽ 10ാം ക്ലാസ് ജയിച്ചതെന്ന് പറയുന്നത് വെറും 8 പേരാണ്. പിന്നെ ജോലി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് എന്തിനാ ജോലി എന്ന് ചുരുങ്ങി. അപ്പം ഇതാണ് എൻ്റെ അമ്മുമ്മ, ശ്രീമതി ശ്യാമള നായർ. എൻ്റെ അമ്മയുടെ അമ്മയാണ്. ഇപ്പം ഞാനും ചേച്ചിയും അമ്മയും അച്ഛനും അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാവരും കൂടെ നിൽക്കുന്നത് ഈ വീട്ടിലാണ്. അപ്പം ഈ വീടിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്ന വീട്. അപ്പം അമ്മയ്ക്ക് ഉള്ള ഓർമ്മകളും അത്രയും പ്രായമുള്ള ഓർമ്മകളാണ്. അപ്പം ഇന്ന് നമ്മൾ അമ്മുമ്മയുടെ കുറച്ച് ഓർമ്മകളിലേക്കൊന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോ അമ്മുമ്മയുടെ കുട്ടിക്കാലത്തെ പറ്റി ഒരൊറ്റ വാക്കിൽ പറയാൻ ഞാൻ പറഞ്ഞാൽ എങ്ങനെ പറയും? ഒരൊറ്റ ഇമോഷൻ അല്ലെങ്കിൽ ഒരൊറ്റ വാക്കിൽ അമ്മുമ്മയുടെ കുട്ടിക്കാലത്തെ പറ്റി വാക്കിൽ പറഞ്ഞാൽ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഓർമ്മയിൽ എന്നും നല്ലത് മാത്രം ഉള്ളതാണ് കുട്ടിക്കാലം. ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എൻ്റെ അച്ഛൻ എൻ്റെ 8 വയസ്സിൽ മരിച്ചു. 8 വയസ്സ് വരെ അങ്ങേ അറ്റം കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഭയങ്കര വാത്സല്യത്തിലാണ് എൻ്റെ അച്ഛൻ എന്നോട് പെരുമാറുന്നത്. ആഹാരം ഈ 8 വയസ്സ് വരെയും ഞാൻ അച്ഛനോടൊപ്പം അന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ഡൈനിങ് ടേബിൾ ഉണ്ട്, തടി കൊണ്ടുള്ള. ഇവിടെ ഇപ്പൊ കിടക്കുന്നതാണോ? അല്ല, വേറെ തടി, വെറും തടി മാത്രം. ഇന്നത്തെ പോലെ മോഡേൺ ടേബിളൊന്നുമല്ല, പഴയ ടേബിള്, പക്ഷെ നല്ല വീതിയുണ്ട്. അതിനകത്ത് ഞാൻ ആ മേശപ്പുറത്ത് കയറിയിരുന്ന് എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. 8 വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. അന്ന് പക്ഷേ അത്രത്തോളം ഒന്നും അങ്ങ് ഫീൽ ചെയ്തില്ല. ഒരു നഷ്ടബോധം ഈ ആഹാരം കഴിക്കാൻ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തോന്നിയിരുന്നു. സഹോദരങ്ങൾ നിങ്ങൾ എത്ര പേരാ മൊത്തത്തിൽ? സഹോദരങ്ങൾ ഞങ്ങൾ ആകെ 8 പേര്. 8 സഹോദരങ്ങളില് 4 പെണ്ണ് 4 ആണും. ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു വലിയൊരു കുടുംബത്തിലായതുകൊണ്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞും എല്ലാവരും വരികയും സഹകരിക്കുകയും എല്ലാം ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ആ കാലം വളരെ 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 ഇപ്പോഴും ഓർമ്മയിൽ അതുപോലൊരു കാലം വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുക. എല്ലാ വിശേഷങ്ങൾക്കും എല്ലാവരും വരിക, എല്ലാം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുക. അപ്പൊ ഈ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത്, ഇപ്പം ഓണം എന്ന് പറഞ്ഞില്ലേ, അപ്പം ഓണത്തിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് മലയാളികൾക്ക് ഇപ്പൊ അമ്മൂമ്മയുടെ പ്രായമൊക്കെയുള്ള ഒരുപാട് അമ്മമാര് പറയും ഇപ്പോഴത്തെ ഓണമൊക്കെ എന്ത് ഓണം, അതൊന്നും ആയിരുന്നില്ല ഓണം എന്ന് പറയാറുണ്ട്. അപ്പൊ അമ്മൂമ്മയുടെ ആ ഒരു കാഴ്ചപ്പാടില് അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ഓർമ്മകളില് ആ ഓണം എത്രത്തോളം ഭംഗിയുള്ളതായിരുന്നു? വളരെയേറെ ഭംഗിയുള്ളതായി. ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാം സമയമാകുമ്പോൾ ബേക്കറി പോയി അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എല്ലാം തട്ടിക്കൂട്ടി എടുക്കുന്ന ഓണമാണ്. എൻ്റെ കൊച്ചെറുതിൽ അങ്ങനല്ല. എല്ലാത്തിനും മുമ്പേ, ഓണമാവുന്നതിന് മുമ്പേ സകല പൊടികളും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ എല്ലാ പൊടികളും വീട്ടിനകത്ത് തന്നെ ഇടിച്ച് പൊടിച്ച് അരിച്ച് ഓരോരോ ഇതിലാക്കി ലേബൽ ഒട്ടിച്ച് വെക്കുക. അരിയൊക്കെ ഒരുപാട് ഇട്ടിട്ട് അതെല്ലാം മാവാക്കി അത് വറുത്ത് വെക്കുക. ഞങ്ങളുടെ ഫാമിലി വലുതായതുകൊണ്ട് ഓണത്തിന് ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം നേരത്തെ ഇങ്ങനെയുള്ളതൊക്കെ തയ്യാറാക്കി വെക്കും. പിന്നെ വലിയ പ്ലാവിനകത്ത് വലിയൊരു ഊഞ്ഞാലിടും. എല്ലാവരും കൂടെ ഒന്നിച്ചു വരുന്നത് ചതയത്തിന് എൻ്റെ 2ാമത്തെ ബ്രദറിൻ്റെ ഇതും കൂടെ ബർത്ത്ഡേയും കൂടെ. അത് കാരണം ചതയത്തിന് സകലമാന പേരും വരും. എല്ലാവരും കൂടെ ഒന്നിച്ച് ആഘോഷിക്കും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒക്കെ അവരവരുടെ ഇതിൽ പോകും. പിന്നെ ചതയവും കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഇവിടുത്തെ ജോലിക്കാർക്കും വയലിലൊക്കെ പണി ചെയ്യുന്നവർക്കും ബാക്കി പണിക്കാർക്കും എല്ലാവർക്കും കൂടെ അവർക്കൊരു ഓണമുണ്ട്. ഇപ്പോഴൊക്കെ പറഞ്ഞാൽ ഇപ്പം ഊഞ്ഞാലിട്ടൊരു ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ തന്നെ എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പാ അവസാനമായിട്ട് ഇങ്ങനെ ഊഞ്ഞാലിട്ടൊരു ഓണം ആഘോഷിക്കുന്നത്. കാര്യം ഇവിടെ ഊഞ്ഞാലിടുക എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ ഭയങ്കര ആരോഗ്യത്തോടെ ഇരുന്ന സമയത്ത് എല്ലാ ഓണത്തിനും ഞങ്ങൾക്ക് ഊഞ്ഞാലിട്ട് തരുമായിരുന്നു. അപ്പൊ ആ ഓണ സമയത്ത് ഞാനും ചേച്ചിയും കൂടെ ഞങ്ങളുടെ കസിൻസും എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഭയങ്കര ആഘോഷമായിരുന്നു. പക്ഷെ അപ്പോഴും അമ്മുമ്മയുടെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, അന്നത്തെ കൂട്ടൊന്നും ആവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ നിൽക്കുന്ന എന്താ? കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളായി മാറിയതാണോ? അതെ,
കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളായി മാറിയതാ. മറ്റതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുള്ള കാലത്ത് മക്കളെല്ലാം ഇവിടെ വരുമായിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അവരുടേതായ ഫാമിലിയായി, അതങ്ങനെ അങ്ങ് ചുരുങ്ങി. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ഞാൻ വിചാരിക്കും അന്നത്തോളം അത്ര രസമായിരുന്നു എന്ന് ചിന്തിച്ചു പോകും. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വിദ്യാർത്ഥിനി എന്ന രീതിയിലുള്ള ജീവിത കാലഘട്ടമാണ്. അതായത് നമ്മുടെ പണ്ടത്തെ സമൂഹം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അമ്മൂമ്മ ജനിക്കുന്നത് എനിക്ക് തോന്നുന്നു 1951. ഓക്കെ, അപ്പം സ്വാതന്ത്ര്യം കിട്ടി ഏതാനും വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അമ്മൂമ്മ ജനിക്കുന്നത്. അപ്പൊ ആ പ്രായത്തില് അതിനുശേഷം വിദ്യാഭ്യാസത്തിനായി സ്കൂളുകളിൽ പോകുമ്പോഴും ആ പോകുന്ന വഴികളും നടന്നായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ബസ് വന്ന് കയറി പോകുന്നതല്ല, അത്രയും ദൂരം നടന്ന് സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനെ പറ്റിയുള്ള ഒരു ഓർമ്മ എന്താണ് കുട്ടിക്കാലത്തെ ആ ഒരു സ്കൂൾ ജീവിതത്തെ പറ്റി? സ്കൂളിൽ നടന്നാണ് പോകുന്നതെങ്കിലും അതൊരു രസകരമായിരുന്നു ആ യാത്ര. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 4 കിലോമീറ്റർ നടക്കണം നമ്മുടെ വീട്ടിൽ നിന്നും. 4 കിലോമീറ്റർ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതായത് ആദ്യം ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് സെന്റ് ജോർജ് UPSലാണ് പഠിച്ചത്. 8ാം ക്ലാസ് ആയപ്പം എന്നെ അങ്ങ് ചാത്തന്നൂർ NSS ഹൈസ്കൂളിൽ ആക്കി. അവിടെയും ഈ പറഞ്ഞ പോലെ ഇത്രയും ദൂരം തന്നെ 4 കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അത് അങ്ങനെയാണ് പോകുന്നത്. രാവിലെയും പോവും. അത് കറക്റ്റ് ടൈമിലേ ഇറങ്ങാനും പറ്റും. നേരത്തെ ഒന്നും വിടത്തില്ല. 9 മണി കഴിയാതെ ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കത്തില്ല. 10 മണിക്കാണ് സ്കൂള്. അങ്ങനെ ഞങ്ങൾ നടന്ന് മഴയായാലും വെയിലായാലും എന്തായാലും നടന്നാണ് പോകുന്നത്. അമ്മൂമ്മ പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. കഥയല്ല, ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഞങ്ങളൊക്കെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയും എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അമ്മൂമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എന്തോ കൂട്ടാനെന്ന് ചോദിക്കുമ്പോൾ പറയും കൂട്ടാൻ എന്തെങ്കിലും ഒക്കെ കാണും. അതെന്നാലും എന്തുവാ? ചോറിന്റെ കൂട്ടാനെന്ന് പറയുന്നത് വിശപ്പാണ്. വിശപ്പുണ്ടെങ്കിൽ എന്ത് കൂട്ടിയും കഴിക്കും എന്ന് പറയും. ഞങ്ങളൊക്കെ അങ്ങനെ ശീലിച്ചതാണ്. അമ്മൂമ്മ പറഞ്ഞിട്ടുള്ള ഒരു അമ്മയെ പറ്റി, അതായത് അമ്മയുടെ അനിയത്തി, അതായത് ഞങ്ങളുടെ കൊച്ചമ്മൂമ്മയെ പറ്റി അമ്മൂമ്മ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിനൊരു കാരണമുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞമ്മ ഇവിടെ വന്ന് അച്ഛൻ മരിച്ചപ്പോഴേ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഇവിടെ വന്നെന്നും പിന്നെ ആ കുഞ്ഞമ്മ തിരിച്ചു പോയിട്ടില്ല. ആ കുഞ്ഞമ്മയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അമ്മയേക്കാൾ എനിക്ക് സ്നേഹം ആ കുഞ്ഞമ്മയോടാണ്. അതായത് എൻ്റെ 8 വയസ്സിൽ എന്നോടൊപ്പം വന്ന അമ്മൂമ്മയാണ്. ഈ വീട്ടിൽ ആരൊക്കെ വരുന്നോ അവർക്കെല്ലാം കാര്യം കുഞ്ഞമ്മയാണ്. എന്ന് വെച്ചാൽ വീട്ടിലെ മൊത്തം കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞമ്മയാണ്. അപ്പം എല്ലാവരോടെയും അതേ രീതിയിൽ നിൽക്കും. അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് എൻ്റെ ഒരു പ്രത്യേക സ്നേഹം എന്നോടുകൊണ്ട് എനിക്ക് തിരിച്ചുകൊണ്ട്. കൊച്ചമ്മൂമ്മയെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ ചില ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരും. അമ്മൂമ്മയുടെ കഥകൾ കേൾക്കുമ്പോൾ അമ്മൂമ്മയ്ക്ക് അത് കളർ ചിത്രങ്ങളാണ്, അമ്മൂമ്മയുടെ കണ്ണുകൊണ്ട് അമ്മൂമ്മ ഉണ്ടാക്കിയ ഓർമ്മകളാണ്. പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന ഓർമ്മകൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർമ്മകളാണ്. അപ്പൊ കൊച്ചമ്മൂമ്മയുടെ ഒരു ചിത്രം എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ആൽബത്തിലുണ്ട്. അമ്മൂമ്മ ഓരോ കഥകൾ പറയുമ്പോഴും കൊച്ചമ്മൂമ്മയെ പറ്റിയും ഇവിടുത്തെ ഓണത്തെ പറ്റിയും ഒക്കെ കഥകൾ പറയുമ്പോൾ, ഈ പറയുന്ന പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുന്ന കഥകൾ പറയുമ്പോൾ പോലും എനിക്ക് അതിൻ്റെ ഒന്നും നിറങ്ങൾ മനസ്സിലേക്ക് വരില്ല. അതിനകത്ത് എന്തെങ്കിലും സൈക്കോളജിക്കൽ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്നത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ചിത്രമാണ്. അമ്മൂമ്മയുടെ പഠനം എത്ര വരെയായിരുന്നു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഏത് വർഷമായിരുന്നു കംപ്ലീറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് 1971. അപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഡിഗ്രിക്കാരിയാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. ആ കാലഘട്ടത്തില് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു മലയാളം BA മലയാളക്കാരിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അത് മാത്രമല്ല 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിലെ പല കവിതകളും ഇംഗ്ലീഷിലുള്ള പല വാക്യങ്ങളും വാചകങ്ങളും ഒക്കെ ഇപ്പോഴും അമ്മൂമ്മയുടെ മനസ്സിലുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ HM എന്ന് പറയുന്നത് അന്നൊരു കുര്യാക്കോ സാറാണ്. കുര്യാക്കോ സാറാണ് എന്നെ ആദ്യമായിട്ട് ഇംഗ്ലീഷിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ സാറിൻ്റെ മുഖവും, സാറിനെ എല്ലാവർക്കും ഭയമാണ്. എന്നാലും അത് നമ്മൾ ശ്രദ്ധിച്ച അന്നത്തെ ഓരോ സാറിൻ്റെ വാക്കുകളും ഇന്നും എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നുണ്ട്. അത് നമുക്ക് അന്നേരം അടിക്കുന്ന സാറന്മാരോടെ വിരോധം അന്നേ. അതേസമയം ഈ കുര്യാക്കോ സാറിൻ്റെ കയ്യിൽ എപ്പോഴും ചൂരലുണ്ട്. പക്ഷെ സാർ ഇന്ന് വരെ
അങ്ങനെ ആരെയും അടിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ കൊച്ചമ്മൂമ്മ എന്ന് പറയുന്നത് എപ്പോഴും തമാശ പറയും, നല്ലപോലെ ഇത് പറയും. പഴഞ്ചൊല്ല് എന്ത് കാര്യം പറഞ്ഞാലും പഴഞ്ചൊല്ല് പറയും. ആ പഴഞ്ചൊല്ലെല്ലാം സന്ദർഭത്തിനനുസരിച്ച് പറയും. ആ പഴഞ്ചൊല്ലെല്ലാം കേട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോഴും ഓർക്കാതെ നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ പഴഞ്ചൊല്ല് പറയുന്നത് അതുകൊണ്ടാണ്. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, കൊച്ചമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഈ പഴഞ്ചൊല്ലുകള്, കടങ്കഥകള്, കഥകള്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുഞ്ഞുനാളി ആ ഒരു വലിയ കട്ടിലേല് അമ്മുമ്മയും അപ്പൂപ്പനും 2 സൈഡിൽ കിടന്നിട്ട് ഞാനും ചേച്ചിയും നടുക്ക് കിടക്കും. അപ്പം ആ ഒരു ചെറിയ കട്ടിൽ തന്നെ ഞങ്ങൾ 4 പേരൂടെ കിടന്ന് രാത്രി അമ്മുമ്മ ഇങ്ങനെ പാട്ട് പാടിത്തരും അല്ലേ. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിനകത്ത് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ഒരു എന്തായിരുന്നു, കിഴക്ക് കിങ്ങിണിക്കാട്ടിലെ തത്തമ്മ പണ്ടൊരു ചക്കിപ്പരുന്തിന്റെ വീട്ടിൽ പാട്ട് കച്ചേരിക്കു പോയി. രാവിലെ സ്കൂളിൽ പോകുമ്പോ ടീച്ചർമാര് ചോദിക്കും, ഇന്ന് അമ്മുമ്മയുടെ വീട്ടിൽ നിന്നല്ലേ പൂർണിമ വന്നതെന്ന് ചോദിക്കും. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ കാര്യം, നല്ല കുളിച്ച് ഒരുങ്ങി അമ്മ നല്ല ഒരുക്കി സുന്ദരി കുട്ടിയായിട്ടാണ് വിടുന്നത്. അപ്പൊ അത് കാണുമ്പോൾ ടീച്ചർമാരും കൂട്ടുകാരും ഒക്കെ എന്നോട് ചോദിക്കും, ഇന്ന് അമ്മുമ്മയുടെ വീട്ടിൽ നിന്നല്ലേ വന്നതെന്ന്. ഈ 10ാം ക്ലാസ്സിൽ തന്നെ ഉള്ള പരീക്ഷയ്ക്ക് ഞാനെന്ന് പഠിക്കുമ്പോൾ 48 പിള്ളേരുള്ള ക്ലാസ്സിൽ 10ാം ക്ലാസ് ജയിച്ചതെന്ന് പറയുന്നത് വെറും 8 പേരാ. അതാണ് അന്നത്തെ വ്യത്യാസം. ഈ 8-ലൊന്ന് ഞാനായിരുന്നു. അങ്ങനെ ഉള്ള ഒരു വ്യത്യാസമുണ്ട്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പലർക്കും ഒരു പ്രിവിലേജ് ആണ്. അതായത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടാത്തവരുണ്ട്. ഈ അമ്മുമ്മയുടെ പ്രായത്തിൽ 1951 ശേഷം ആ ഒരു സമയത്ത് സ്കൂളിൽ പോകാൻ പറ്റുകയും, ഒരു പെൺകുട്ടി എന്ന രീതിയിൽ തന്നെ സ്കൂളിൽ പോകാൻ പറ്റുകയും, സ്കൂളിൽ നല്ലതായിട്ട് പഠിക്കാൻ പറ്റുകയും, ആ പഠിക്കാനുള്ള സാഹചര്യവും, പിന്നീട് 10ാം ക്ലാസ് പാസ്സാവുകയും ഡിഗ്രി വരെ എടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു വിജയം തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി അന്നു മുതലേ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അമ്മുമ്മ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം എനിക്ക് ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് LLBക്ക് പോകണമെന്ന്. അത് നടന്നില്ല. അതെനിക്ക് അന്നും വിഷമമുണ്ട്, ഇന്നും വിഷമമുണ്ട്. ആരും അതിന് പ്രോത്സാഹിപ്പിച്ചില്ല, അതിനുവേണ്ടി ആരും ശ്രമിച്ചില്ല. അത് പിന്നെ കല്യാണത്തിലേക്ക് പോയി. പിന്നെ ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അങ്ങ് പോയി. പിന്നെ ജോലി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് എന്തിനാ ജോലി എന്നൊരു ഇതിലങ്ങ് അങ്ങനെ അങ്ങ് പോയി. പിന്നെ പിള്ളേരായി, അവരെ വളർത്തായി, അങ്ങനെ ഇങ്ങനെ ആ ഒരു ലൈഫിലേക്ക് അങ്ങ് പോയി ചുരുങ്ങി. വായന പോലും ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു. അതെല്ലാം അങ്ങ് പോയി. പെൺകുട്ടികൾ അനുഭവിച്ചിരുന്ന ആ സമയത്ത് പെൺകുട്ടികൾ അനുഭവിച്ചിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരൊറ്റ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരൊറ്റ സിസ്റ്റം മാത്രം ഫെയിലിയർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മുടെ സമൂഹത്തില് ഒരുപാട് ബിൽഡ് ചെയ്ത് വന്ന ഒരുപാട് സംവിധാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അമ്മുമ്മ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉപദേശം എന്നല്ല, ഞങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട്. പഠിക്കണം അല്ലെ, പഠിച്ചൊരു ജോലി വാങ്ങിക്കണം. എന്റെ മകളുടെ കാര്യത്തിലാണ് ഞാനത് പ്രാവർത്തികമാക്കിയത്. അവളോട് ഞാൻ പറഞ്ഞു, പഠിക്കുക, നല്ല ഒരു ജോലി സമ്പാദിക്കുക, അത് കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് വിവാഹം. അത് പെൺകുട്ടികൾക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യവും ഒരിതും വേണമെങ്കിൽ അത് അത്യാവശ്യമാണെന്ന് എൻ്റെ ഫാമിലി ലൈഫിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. എനിക്കോ അത് കഴിഞ്ഞില്ല, പക്ഷെ എൻ്റെ മകൾക്ക് അങ്ങനെ വരരുത്. പിന്നെ പെണ്ണുങ്ങൾക്ക് ജോലി മസ്റ്റാണ്. ഈ വ്യക്തിത്വ വികാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് മസ്റ്റായിട്ട് വരുന്നത് കൃത്യമായിട്ടുള്ള അറിവും ബോധ്യങ്ങളുമാണ്. അതായത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തൻ്റെ ഐഡന്റിറ്റി മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ വിദ്യാഭ്യാസം അവിടെ വേണം. ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരു കുട്ടിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആ വിദ്യ അഭ്യസിക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായ ബോധ്യങ്ങളുള്ള, കൃത്യമായ നിലപാടുകളുള്ള, കൃത്യമായ നട്ടെല്ലുകളുള്ള മനുഷ്യര് നമ്മുടെ സമൂഹത്ത് വേണം. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത വളരെ പ്രാധാന്യമാണ്. അപ്പൊ അമ്മുമ്മയുടെ ഓർമ്മകളും അമ്മുമ്മയുടെ സ്നേഹവും അമ്മുമ്മയുടെ ബോധ്യങ്ങളും അമ്മുമ്മയ്ക്ക് ഞങ്ങൾക്ക് തരാൻ ഉള്ള ഉപദേശങ്ങളും ഒക്കെ നിലകൊള്ളുന്നത് ഈ ഒരു സംവിധാനത്തോടും ഈ ഒരു സമൂഹത്തോടും ഒക്കെയുള്ളൊരു മറുപടി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. അമ്മുമ്മയോടുള്ള എല്ലാ സ്നേഹവും ആദരവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടോക്സ് വിത്ത് പൂർണിമ സൈനിങ് ഓഫ്. താങ്ക് യു.